ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു കാൻഡില സ്റ്റഡി സർക്കിൾ. നമ്മൾ ഈ ഒരു സെഷനിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇന്ത്യൻ എയർഫോഴ്സ് ഗ്രൂപ്പ് വൈ റീസണിങ് ക്വസ്റ്റ്യൻസ് ആണ്. നമ്മൾ ഇതിനു മുന്നേ ഡിസ്കസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് എല്ലാം എയർഫോഴ്സ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ എന്ന പ്ലേലിസ്റ്റിൽ അവൈലബിൾ ആണ്. ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനലിലെ വീഡിയോ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഡിഫൻസ് ജോലിക്ക് പ്രിപ്പയർ ചെയ്യുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിനും ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. ഒന്നാമത്തെ ചോദ്യം, സെലക്ട് ദ ഫിഗർ ദാറ്റ് വിൽ കം ഇൻ പ്ലേസ് ഓഫ് ദ ക്വസ്റ്റ്യൻ മാർക്ക് ഇൻ ദ ഫോളോയിങ് ഫിഗർ സീരീസ്. അപ്പം നമുക്കൊരു ഫിഗർ സീരീസ് ഇവിടെ നൽകിയിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ ലാസ്റ്റിൽ വരുന്നത് ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. സോ നമുക്കിവിടെ 4 ഓപ്ഷനുകളും നൽകിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിവിടെ ഫസ്റ്റ് സർക്കിൾ എടുത്ത് തുടങ്ങുകയാണെങ്കിൽ സർക്കിൾ അടുത്ത ഫിഗറിലെത്തിയപ്പോൾ ഇങ്ങോട്ടേക്കാണ് എത്തിയിട്ടുള്ളത്. അതായത് ഇവിടുന്ന് പുറകോട്ടേക്കാണ് പോയിട്ടുള്ളത്. സോ നെക്സ്റ്റിൽ ഇങ്ങോട്ടേക്ക് പോയി, അപ്പം ഇവിടെ എത്തി, വീണ്ടും താഴോട്ട് പോയിട്ടുണ്ട്. അപ്പം ഈ ഒരു ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ് ഈ ഒരു സർക്കിൾ പോകുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും നെക്സ്റ്റ് സർക്കിൾ ഏതായിരിക്കും? ഈ എൻഡിലോട്ടായിരിക്കും വരുന്നത്. അപ്പം ഇവിടെയാണ് വരുന്നത് സർക്കിൾ. അപ്പം ഈ സർക്കിൾ ഈ ഒരു എൻഡിലുള്ളത് ഓപ്ഷനിൽ ഒറ്റ ഓപ്ഷനിൽ മാത്രമേ ഉള്ളൂ, 2 മാത്രമേ ഉള്ളൂ. അപ്പോൾ നമുക്ക് 2 തന്നെ ചൂസ് ചെയ്യാം. ഇനി നമുക്ക് വേറെ ഏതെങ്കിലും നമുക്ക് കമ്പയർ ചെയ്യണമെങ്കിൽ അങ്ങനെയും കമ്പയർ ചെയ്യാം. സോ നമുക്ക് ഈ ഒരു ഭാഗം നമ്മൾ എടുക്കുകയാണെങ്കിൽ ഇത് നെക്സ്റ്റ് ഫിഗറിൽ താഴോട്ടായിട്ടാണ് പോയിട്ടുള്ളത് ക്ലോക്ക് വൈസ്. ദെൻ ഇങ്ങനെ പോയി റൊട്ടേറ്റ് ചെയ്ത് നെക്സ്റ്റിൽ ഇവിടെ എത്തി, അടുത്തതിൽ ഇവിടെ എത്തി. ദെൻ സ്വാഭാവികമായിട്ടും അത് ഇവിടെ ആയിരിക്കും വരുന്നത്. സോ ഇത് മാർക്ക് ചെയ്തിട്ടുള്ളതും ഈ ഒരു കോർണറിൽ വന്നിട്ടുള്ളതും ഓപ്ഷൻ 2ലാണ്. സോ ഓപ്ഷൻ 2 ശരി ഉത്തരം. അടുത്ത ചോദ്യം, സെലക്ട് ദ ഫിഗർ ദാറ്റ് ഡസ് നോട്ട് ബിലോങ് ഇൻ ദ ഫോളോയിങ് സീരീസ്. അപ്പം നമുക്കിവിടെ 4 ഫിഗറുകൾ നൽകിയിട്ടുണ്ട്. അപ്പം ഈ ഒരു സീരീസിൽ ഉൾപ്പെടാത്തത് ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. സോ നമുക്കിവിടെ നൽകിയിട്ടുള്ളത് വെച്ച് നമ്മൾ കമ്പയർ ചെയ്യുകയാണെങ്കിൽ അപ്പോൾ നമുക്ക് ഈ ഒരു ഫിഗർ ഇവിടെയുണ്ട്, ഇവിടെയുണ്ട്, പക്ഷേ അത് ഇവിടെ ഇല്ല. ഈ ഒരു സെക്കൻഡ് ഫിഗർ ബിയിലില്ല. അപ്പോൾ ബാക്കിയുള്ള എല്ലാ സിമ്പിൾസും എല്ലാ കോളങ്ങളിലും നമുക്ക് കാണാൻ പറ്റുന്നതാണ്. സോ അപ്പോൾ ഇതിൽ ഡിഫറൻ്റ് ആയിട്ടുള്ളത് ഈ ഒരു ബി ആണ്. സോ ബി കൊടുത്തുള്ളത് ഓപ്ഷൻ 3ലാണ്. സോ ഓപ്ഷൻ 3 ഈസ് ദ റൈറ്റ് ആൻസർ. അടുത്ത ചോദ്യം, 5 ഗേൾസ് ആർ സിറ്റിംഗ് ഇൻ എ റോ. റാഷി ഈസ് നോട്ട് അഡ്ജസൻറ്റ് ടു സുലേഖ ഓർ അബ്ബ. അനുരാധ ഈസ് നോട്ട് അഡ്ജസൻറ്റ് ടു സുലേഖ. റാഷി ഈസ് അഡ്ജസൻറ്റ് ടു മോണിക്ക. മോണിക്ക ഈസ് അറ്റ് ദ മിഡിൽ ഓഫ് ദ റോ. Then Anuradha is adjacent to whom out of the following? ഓപ്ഷൻ 1 റാഷി, ഓപ്ഷൻ 2 അബ, ഓപ്ഷൻ 3 മോണിക്ക, ഓപ്ഷൻ 4 സുലേഖ. ഈ ഒരു ക്വസ്റ്റനിൽ പറഞ്ഞിട്ടുള്ളത് 5 സുഹൃത്തുക്കളുണ്ട്. അപ്പം ഒരു റോയിൽ അവർ ഇരിക്കുകയാണ്. അപ്പം അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അനുസരിച്ചിട്ട് നമ്മൾ റോ ഫിഗർ വരയ്ക്കുക. എന്നിട്ട് ക്വസ്റ്റനിൽ ചോദിച്ചിട്ടുള്ളത് അനുരാധയുടെ അടുത്ത് ആരാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്കൊരു ലൈന് ഇവിടെ വരയ്ക്കാം. അപ്പം പറയുന്നത് നമുക്ക് ഫസ്റ്റ് പോയിൻ്റ് എടുക്കുന്നത് ഇവിടെ 5 ഗേൾസ് ആർ സിറ്റിംഗ് ഇൻ എ റോ. റാഷി ഈസ് നോട്ട് അഡ്ജസൻറ്റ് ടു സുലേഖ ഓർ അബ്ബ. അപ്പോൾ റാഷി ഇരിക്കുന്നത് സുലേഖയുടെയും അബ്ബയുടെ അടുത്തല്ല. അപ്പോൾ നമുക്കത് വെച്ചിട്ട് തുടങ്ങാൻ കഴിയില്ല. നെക്സ്റ്റ് അനുരാധ ഈസ് നോട്ട് അഡ്ജസൻറ്റ് ടു സുലേഖ. അനുരാധ സുലേഖയുടെ അടുത്തല്ല ഇരിക്കുന്നത്. ദെൻ നെക്സ്റ്റ് പറഞ്ഞത് റാഷി ഈസ് അഡ്ജസൻറ്റ് ടു മോണിക്ക. റാഷി ഇരിക്കുന്നത് മോണിക്കയുടെ അടുത്താണ്. ദെൻ മോണിക്ക ഈസ് അറ്റ് ദ മിഡിൽ ഓഫ് ദ റോ. അപ്പോൾ നമുക്ക് മോണിക്ക വെച്ച് തുടങ്ങാം. അപ്പോൾ ഇവിടെ മോണിക്ക നമുക്ക് എം എന്ന് ജസ്റ്റ് മാർക്ക് ചെയ്യാം. അപ്പം മോണിക്കയാണ് മിഡിലുള്ളത്. റാഷി ഈസ് അഡ്ജസൻറ്റ് ടു മോണിക്ക എന്നാണ് പറയുന്നത്. അപ്പോൾ മോണിക്കേൻ്റെ അടുത്ത് ഇവിടെ ആര് വരും? ഇവിടെ നമുക്ക് റാഷിനെ കൊടുക്കാം. ദെൻ നെക്സ്റ്റ് ഒരു കാര്യം പറഞ്ഞാൽ അനുരാധ ഈസ് നോട്ട് അഡ്ജസൻറ്റ് ടു സുലേഖ. അനുരാധ സുലേഖയുടെ അടുത്തല്ല ഇരിക്കുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ട്. ദെൻ നെക്സ്റ്റ് ഒരു കാര്യം പറഞ്ഞത് ഫസ്റ്റിൽ റാഷി ഈസ് നോട്ട് അഡ്ജസൻറ്റ് ടു സുലേഖ ഓർ അബ്ബ. അപ്പം റാഷീൻ്റെ അടുത്തല്ല ആര്? സുലേഖയും അബ്ബയും. അപ്പോൾ സുലേഖേനും അബ്ബേനും വേണം നമുക്ക് ഇവിടെ കൊടുക്കാം. സുലേഖയും അബ്ബയും ഇവിടെ കൊടുക്കാം. ദെൻ നെക്സ്റ്റ് ഇനി ആരാളുള്ളത്? അനുരാധയാണുള്ളത്. അപ്പോൾ അനുരാധനെ ഇവിടെ കൊടുത്തിട്ടുണ്ടെങ്കിലേ എന്താവുള്ളൂ? ഇതാണ് അനുരാധ, ഇത് അബ്ബയാണ്. അപ്പം ഇവിടെ എങ്ങനെ പ്ലേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ എപ്പോഴും എന്ത് വരുള്ളൂ? മോണിക്ക സെൻറ്ററിൽ തന്നെ വരുള്ളൂ. അപ്പം ഈ ഒരു റോ ഫിഗർ വെച്ചിട്ട് നമുക്ക് ഈ ക്വസ്റ്റനിൽ ചോദിച്ചിട്ടുള്ളത് അനുരാധയുടെ അടുത്ത് ആരാന്നാണ് ചോദിച്ചുള്ളത്. അനുരാധയുടെ അടുത്ത് ആരായിരിക്കും? അപ്പം റാഷിയാണ് ഇരിക്കുന്നത്. സോ ഓപ്ഷൻ 1 ശരി ഉത്തരം. അടുത്ത ചോദ്യം, ഇഫ് എ മിറർ ഈസ് പ്ലേസ്ഡ് ഓൺ ദ ഷെയ്ഡഡ് ലൈൻ
ദെൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഓപ്ഷൻസ് ഇൻ ദ മിറർ ഇമേജ് ഓഫ് ദ ഗിവൺ ഫിഗർ. ഇപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ളത് നമുക്കൊരു ഫിഗർ ഇവിടെ നൽകിയിട്ടുണ്ട്, ദെൻ ഇവിടെ ഒരു മിററും വെച്ചിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ അതിൻ്റെ മിറർ ഇമേജ് എന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. സോ ഫസ്റ്റ് ഇവിടെ നമുക്ക് സ്വാഭാവികമായിട്ടും ഒരു 6 വെച്ചിട്ടാണ് തുടങ്ങുന്നത്. അപ്പം 6 വെച്ചിട്ട് നമുക്ക് 3 ഓപ്ഷനുകൾ തുടങ്ങുന്നുണ്ട്. സോ 6ൻ്റെ മിറർ ഇമേജ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ഇങ്ങനെ ആയിരിക്കും. സോ ആ ഒരു രീതിയിൽ കൊടുത്തിട്ടുള്ളത് ഓപ്ഷൻ 4 മാത്രമേ ഉള്ളൂ. അപ്പം അത് തന്നെയാണ് അതിൻ്റെ ശരി ഉത്തരം. ബാക്കിയുള്ളതെല്ലാം അതിൻ്റെ കറക്റ്റ് മിറർ ഇമേജ് ആയിട്ട് തന്നെയാണ് വന്നിട്ടുള്ളത്. സോ ഓപ്ഷൻ 4 ഈസ് ദ റൈറ്റ് ആൻസർ. അടുത്ത ചോദ്യം, എ പേപ്പർ ഈസ് ഫോൾഡഡ് ആൻഡ് കട്ട് ആസ് ഷോൺ ബിലോ. ഹൗ വിൽ ഇറ്റ് അപ്പിയർ വെൻ അൺഫോൾഡഡ്? ഇപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ളത്, ഇപ്പോൾ ഒരു പേപ്പർ ഇവിടെ ആദ്യം ഇങ്ങനെയുള്ളൊരു പേപ്പറായിരുന്നു, അതെന്ത് ചെയ്തു? ആദ്യം നടുവിൽ മടക്കി, ദെൻ അതിനെ വീണ്ടും മടക്കി, എന്നിട്ട് ഈ ഒരു രീതിയിൽ കട്ട് ചെയ്തു. അങ്ങനെയെങ്കിൽ അത് നിവർത്തുമ്പം എങ്ങനെയായിരിക്കും എന്നാണ് ചോദിച്ചിട്ടുള്ളത്. സോ ഫസ്റ്റ് നമുക്കിവിടെ ഈ ഒരു സർക്കിൾ തുടങ്ങാം. അപ്പോൾ ഈ സർക്കിൾ ഈ ഭാഗങ്ങളിലായിട്ടുണ്ടാവും. അപ്പോൾ ഇവിടെ സർക്കിൾ ഉണ്ടാവും, ഇവിടെയും സർക്കിൾ ഉണ്ടാവും, ഇവിടെയും സർക്കിൾ ഉണ്ടാവും. ദെൻ നെക്സ്റ്റ് ഈ ഒരു ട്രയാങ്കിളാണ്. അപ്പോൾ ട്രയാങ്കിൾ ശ്രദ്ധിക്കേണ്ടത് ഈ ഭാഗത്തേക്കായിരിക്കും ഇവിടെ ഉണ്ടാവുക, ഇതും ഈ ഭാഗത്തേക്കായിരിക്കും ഫേസ് ചെയ്തിട്ടുണ്ടാവുക, ഇത് ഇങ്ങോട്ടേക്കായിരിക്കും ഫേസ് ചെയ്തിട്ടുണ്ടാവുക. ദെൻ എന്തുണ്ടാവും? ഇവിടെ ഒരു 2 ചതുരക്കട്ടകളുണ്ട് അല്ലേ, അത് ഇവിടെ ഉണ്ടാവും, ദെൻ ഇവിടെ ഉണ്ടാവും, ഇവിടെ ഒന്നുണ്ടാവും, ഇവിടെ ഒന്നുണ്ടാവും, ഇവിടെ ഒന്നുണ്ടാവും, ഇവിടെ ഒന്നുണ്ടാവും. സോ അത് കറക്റ്റ് റെപ്രസെൻ്റ് ചെയ്തിട്ടുള്ളത് ഫിഗർ 2-ലാണ്. സോ ഫിഗർ 2 ആണ് ശരി ഉത്തരം. അടുത്ത ചോദ്യം, പോയിൻറ്റിങ് ടു എ ഗേൾ ഇൻ എ ഫോട്ടോ, അമിത സെഡ് ഷീ ഈസ് ദ സിസ്റ്റർ ഓഫ് ദ സൺ ഓഫ് ദ വൈഫ് ഓഫ് മൈ ഹസ്ബൻഡ്. ഹൗ ഈസ് ദ ഗേൾ ഇൻ ഫോട്ടോ റിലേറ്റഡ് ടു അമിത? ഇപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യനിൽ പറഞ്ഞത് അമിത ഒരു ഫോട്ടോയിലെ പെൺകുട്ടിയെ നോക്കിയിട്ട് കുറച്ച് കാര്യങ്ങൾ പറയുകയാണ്. അപ്പോൾ അതിനുശേഷം ഈ ഒരു അമിതയും ഈ ഫോട്ടോയിൽ കാണുന്ന കുട്ടിയും തമ്മിലുള്ള ബന്ധം എന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പം അമിത പറഞ്ഞിട്ടുള്ള കാര്യം എന്താണ്? ഷീ ഈസ് ദ സിസ്റ്റർ ഓഫ് ദ സൺ ഓഫ് ദ വൈഫ് ഓഫ് മൈ ഹസ്ബൻഡ്. ഇപ്പോൾ വൈഫ് ഓഫ് മൈ ഹസ്ബൻഡ് എന്ന് പറഞ്ഞാൽ ആരാണ്? അമിത തന്നെയാണ് അല്ലേ. അമിതയുടെ ഭർത്താവിൻ്റെ ഭാര്യ എന്ന് പറഞ്ഞാൽ അമിത തന്നെ. അപ്പം നെക്സ്റ്റ് എന്താ പറയുന്നത്? ഷീ ഈസ് ദ സിസ്റ്റർ ഓഫ് ദ സൺ ഓഫ്, അപ്പം അതായത് ഈ അമിതയുടെ മകൻ്റെ സിസ്റ്റർ, അതായത് സണ്ണിൻ്റെ സിസ്റ്ററാണ് ആര്? ഈ ഫോട്ടോയിൽ കാണുന്ന കുട്ടി. അപ്പം അമിതയും ഈ കുട്ടിയും തമ്മിലുള്ള ബന്ധം എന്താണ്? അമിതയുടെ മകളാണ്. ഓപ്ഷൻ 2 ആണ് ശരി ഉത്തരം. അടുത്ത ചോദ്യം, എ ലയൺ പ്രൗൾഡ് 900 മീറ്റർ നോർത്ത് ഫ്രം ഇറ്റ്സ് ഡെൻ. ഇറ്റ് ലുക്ക് എ റൈറ്റ് ടേൺ ആൻഡ് പ്രൗൾഡ് 800 മീറ്റർ. ഇറ്റ് ദെൻ ടുക്ക് എ റൈറ്റ് ടേൺ ആൻഡ് പ്രൗൾഡ് 700 മീറ്റർ. ഇറ്റ് എഗെയിൻ ടുക്ക് എ റൈറ്റ് ടേൺ ആൻഡ് പ്രൗൾഡ് 600 മീറ്റർ. വിച്ച് ഡയറക്ഷൻ ഈസ് ദ ലയൺ ഫേസിങ് നൗ? ഓപ്ഷൻ 1 നോർത്ത്, ഓപ്ഷൻ 2 വെസ്റ്റ്, ഓപ്ഷൻ 3 ഈസ്റ്റ്, ഓപ്ഷൻ 4 സൗത്ത്. സോ നമുക്ക് ക്വസ്റ്റ്യനിൽ നൽകിയിട്ടുള്ള നിർദ്ദേശങ്ങൾ അനുസരിച്ച് ഒരു റഫ് ഫിഗർ വരക്കുകയാണെങ്കിൽ നമുക്കിത് സ്റ്റാർട്ടിംഗ് പോയിൻ്റ് ആയിട്ട് ഇവിടെ എടുക്കാം. ഫസ്റ്റ് 900 മീറ്റർ ആണ് പോകുന്നത്. അപ്പം ജസ്റ്റ് 900 മീറ്റർ, ഇപ്പോൾ 9 എന്ന് വേണം മാർക്ക് ചെയ്യാം. ദെൻ റൈറ്റ് ടേൺ ആണ് എടുക്കുന്നത്, എന്നിട്ടൊരു 800 മീറ്റർ ആണ് പോകുന്നത്. ദെൻ വീണ്ടും റൈറ്റ് ടേൺ എടുത്തിട്ടൊരു 700 മീറ്റർ ആണ് പോരുന്നത്. ദെൻ നെക്സ്റ്റ് പറയുന്നത് വീണ്ടും ഒരു റൈറ്റ് ടേൺ എടുത്തിട്ട് 600 മീറ്റർ ആണ് വന്നിട്ടുള്ളത്. അപ്പം അങ്ങനെയെങ്കിൽ ലേൺ ഇപ്പോൾ ഫേസ് ചെയ്യുന്നത് ഏത് ഡയറക്ഷനിലോട്ടാണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഇത് നോർത്താണ്, ഇത് ഈസ്റ്റാണ്, ദെൻ ഇത് വെസ്റ്റാണ്, ഇത് സൗത്താണ്. അപ്പം ലേണിൻ്റെ ഫേസ് ഇങ്ങോട്ടേക്കായിരിക്കും അല്ലേ. അപ്പം ഏത് ഭാഗത്താണ് ഫേസ് ചെയ്തിരിക്കുന്നത്? വെസ്റ്റിലോട്ടായിരിക്കും. ഓപ്ഷൻ 2 ആണ് ശരി ഉത്തരം. അടുത്ത ചോദ്യം, ശ്വേത ഈസ് ടോളർ ദാൻ അനു ആൻഡ് വാണി ഈസ് സ്മോളർ ദാൻ ദേവ്. തനു ഈസ് ടോളർ ദാൻ വാണി ആൻഡ് സ്മോളർ ദാൻ സമർ. അനു ഈസ് ടോളർ ദാൻ സമർ. ദേവ് ഈസ് സ്മോളർ ദാൻ അനു. ഹൂ ഈസ് ടോളസ്റ്റ് എമംഗ് ഓൾ? അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യനിൽ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതനുസരിച്ച് ഈ ഒരു ഫ്രണ്ട്സിൽ ആരാണ് ഏറ്റവും ഹൈറ്റ് കൂടിയതെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻ 1 ശ്വേത, ഓപ്ഷൻ 2 വാണി, ഓപ്ഷൻ 3 അനു, ഓപ്ഷൻ 4 സമർ. അപ്പോൾ നമുക്കൊരു റഫ് ഫിഗർ വരക്കുകയാണെങ്കിൽ നമുക്കൊരു റഫ് ഫിഗർ വരക്കാം. അപ്പം ഫസ്റ്റ് പറയുന്നത് ശ്വേത ഈസ് ടോളർ ദാൻ അനു. അപ്പം ശ്വേത
അനുവിനേക്കാൾ വലുതാണെന്നാണ് പറയുന്നത്. അപ്പോൾ ഇത് നമുക്ക് ശ്വേതേനെ മാർക്ക് ചെയ്യാം. അപ്പം അനുവിനേക്കാൾ വലുതാണ് ശ്വേത എന്നാണ് ഫസ്റ്റ് പോയിന്റിൽ പറയുന്നത്. അപ്പം ദെൻ അനുവിനെ നമുക്ക് ഇവിടെ വരയ്ക്കാം. അപ്പോൾ ഇത് അനുവാണ്. ദെൻ നെക്സ്റ്റ് പറയുന്നത് വാണി ഈസ് സ്മോളർ ദാൻ ദേവ് എന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്കിത് കമ്പയർ ചെയ്യാൻ പറ്റുന്നില്ല. നെക്സ്റ്റ് തനു ഈസ് ടോളർ ദാൻ വാണി. അപ്പം അത് നമുക്കിവിടെ വരച്ചിട്ട് കമ്പയർ ചെയ്യാൻ പറ്റില്ല. നെക്സ്റ്റ് ഇവിടെ കമ്പയർ ചെയ്യാൻ പറ്റുന്നത് ദേവ് ഈസ് സ്മോളർ ദാൻ അനു. അപ്പം അനുവിനേക്കാൾ ചെറുതാണ് ദേവ്. അപ്പോൾ ദേവിനെ വേണമെങ്കിൽ ഇവിടെ വരയ്ക്കാം. ദെൻ നെക്സ്റ്റ് പറയുന്നത് അനു ഈസ് ടോളർ ദാൻ സമർ. അപ്പം സമറിനേക്കാൾ വലുതാണ് ആര്? അനു എന്നിവിടെ പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇവിടെ നമുക്ക് എന്ത് വരയ്ക്കാം? സമറിനെ വരയ്ക്കാം. ദെൻ നെക്സ്റ്റ് പറയുന്നത് നെക്സ്റ്റ് നമുക്കിനി ഇതെടുക്കാം. നെക്സ്റ്റ് തനുവിനെ വരയ്ക്കുകയാണെങ്കിൽ സമറിനേക്കാൾ ചെറുതാണ്. അപ്പം സമറിനേക്കാൾ ചെറുതാണ് നമുക്കിവിടെ തനു. ദെൻ നെക്സ്റ്റ് അതിൻ്റെ കൂടെ പറയുന്നത് പക്ഷേ വാണിനേക്കാൾ വലുതാണ്. അപ്പോൾ വാണി തമറിൻ്റെ അത്ര വലുപ്പം വരില്ല. അപ്പോൾ നമുക്ക് വാണി കൊടുക്കാം. ദെൻ നമ്മളിനി നോക്കാത്ത പോയിൻ്റ് ഇതാണ്, വാണി ഈസ് സ്മോളർ ദാൻ ദേവ്. അപ്പം വാണി ദേവിനേക്കാൾ ചെറുതാണ്. അപ്പോൾ ദേവ് ഇതാണ്, വാണി ഇതാണ്. അപ്പം ഈ പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ഏറ്റവും ടോളസ്റ്റ് ആരാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മൾ വരച്ചതിൽ ടോളസ്റ്റ് ശ്വേതയാണ്. സോ ഓപ്ഷൻ 1 ശരി ഉത്തരം. അടുത്ത ചോദ്യം വാട്ട് ഷുഡ് കം ഇൻ പ്ലേസ് ഓഫ് ക്വസ്റ്റ്യൻ മാർക്ക് ഇൻ ദ ഫോളോയിങ്. ഇപ്പോൾ ഇവിടെ മഹാരാഷ്ട്ര ഈസ് ടു ഇന്ത്യ ആണെങ്കിൽ ടെക്സസ് ഈസ് ടു ഏത് കൺട്രി ആണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഇന്ത്യയിലെ ഒരു സ്റ്റേറ്റാണ് മഹാരാഷ്ട്ര. അപ്പം യു എസിലെ ഒരു സ്റ്റേറ്റാണ് ടെക്സസ്. അപ്പോൾ ഇവിടെ വരുന്നത് എന്താണ്? US ആയിരിക്കും. സോ ഓപ്ഷൻ 1 ശരി ഉത്തരം. അടുത്ത ചോദ്യം വിച്ച് ഓഫ് ദ ഫോളോയിങ് റെപ്രസെൻറ്റ് ദ കറക്റ്റ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ കാറ്റ്, ഡോഗ്, പെറ്റ്. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ളത് കാറ്റ്, ഡോഗ്, പെറ്റ് എന്നിവ റെപ്രസെൻ്റ് ചെയ്യുന്ന ഫിഗർ ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്കറിയാം ഇവിടെ പെറ്റ് നൽകിയത് കൊണ്ട് കാറ്റും ഡോഗും നമ്മൾ പെറ്റായിട്ട് വളർത്തുന്നതാണ്. പക്ഷേ ഈ കാറ്റും ഡോഗും തമ്മിലൊരു റിലേഷനുമില്ല. അപ്പം ഫസ്റ്റ് പെറ്റ് എന്നുള്ള വലിയൊരു സർക്കിളിൻ്റെ ഉള്ളിലായിരിക്കും ആര് വരുന്നത്? ഈ ഒരു കാറ്റും ഡോഗും. അപ്പോൾ അതിനുള്ളിൽ 2 ചെറിയ സർക്കിളുകളായിരിക്കും. സോ അത് നൽകിയിട്ടുള്ളത് ഓപ്ഷൻ 2 ഓപ്ഷൻ 2 ശരി ഉത്തരം. അടുത്ത ചോദ്യം ഇൻ എ സെർട്ടൈൻ കോഡ് ലാംഗ്വേജ് ഇഫ് പേഴ്സൺ ഈസ് കോഡഡ് ആസ് OCOOJH ദെൻ ഹൗ ഈസ് റിപ്പോർട്ട് കോഡഡ് ദാറ്റ് ലാംഗ്വേജ്. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടുള്ളത് പേഴ്സൺ ഒരു സെർട്ടൈൻ കോഡ് ലാംഗ്വേജ് ഉപയോഗിച്ചിട്ട് ഈ ഒരു രീതിയിലാണ് എഴുതിയിട്ടുള്ളത്. അങ്ങനെയെങ്കിൽ റിപ്പോർട്ട് എങ്ങനെയായിരിക്കും വരുന്നതെന്നാണ് ചോദിച്ചിട്ടുള്ളത്. നമുക്കിവിടെ 4 ഓപ്ഷനുകൾ നൽകിയിട്ടുണ്ട്. സോ നമുക്ക് ഫസ്റ്റ് ലെറ്റർ പിക്ക് കറസ്പോണ്ടിങ് ആയിട്ട് കൊടുത്തുള്ളത് O ആണല്ലേ. അപ്പം പിയും ഓയും തമ്മിലുള്ള റിലേഷൻ എന്താണ്? പിയുടെ തൊട്ട് മുന്നത്തെ ആൽഫബറ്റാണ് O. സോ അവിടുത്തെ റിലേഷൻ -1 അതായത് പിന്നെ പി നൽകിയിരിക്കുന്ന ഫസ്റ്റ് ലെറ്ററിൻ്റെ മുന്നത്തെ ലെറ്റർ. അപ്പോൾ ഇവിടെ 6 ആണെങ്കിൽ 6ൻ്റെ മുന്നേ വരുന്ന ലെറ്റർ എന്താണ്? Q ആണ്. അപ്പോൾ ഫസ്റ്റ് ലെറ്റർ എന്തായിരിക്കും? Q ആണ്. ഇനി Q വെച്ച് തുടങ്ങുന്നത് 2 ഓപ്ഷനുകൾ മാത്രമേ ഉള്ളൂ, ഓപ്ഷൻ 1ഉം 2ഉം. അപ്പോൾ അത് നമ്മൾ കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഇതിൽ ഡിഫറൻസ് ഉള്ളത് ലാസ്റ്റിലെ ആൽഫബറ്റുകൾ മാത്രമാണ് ഡിഫറൻസ് ഉള്ളത്. അപ്പോൾ ഇവിടുത്തെ ലാസ്റ്റത്തെ ആൽഫബറ്റ് Nഉം Hഉം തമ്മിലുള്ള റിലേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? Nൻ്റെ പുറകോട്ട് 6 ആൽഫബറ്റ് കഴിയുമ്പോഴാണ് H വരുന്നത്. അപ്പോൾ അതുപോലെ തന്നെ Tയുടെ പുറകോട്ട് 6 ആൽഫബറ്റ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വരുന്ന ആൽഫബറ്റ് ഏതാണ്? അത് N ആണ്. സോ ഓപ്ഷൻ 1 ശരി ഉത്തരം. അടുത്ത ചോദ്യം ഫൈൻഡ് ദ മിറർ ഇമേജ് ഓഫ് 8:20. അപ്പം 8:20 ക്ലോക്കിൽ സമയമായിട്ടുണ്ടെങ്കിൽ മിറർ ഇമേജ് എന്തായിരിക്കുമെന്നാണ് ചോദിച്ചിട്ടുള്ളത്. സോ നമുക്ക് 11:60 നിന്നും 8:20 കുറച്ചാൽ മതി. 8:20 കുറയ്ക്കുമ്പോൾ എന്ത് കിട്ടും? ഇവിടെ 40 കിട്ടും. ദെൻ ഇവിടെ 11 8 പോയിട്ടുണ്ടെങ്കിൽ 3 കിട്ടും. അപ്പോൾ എന്തായിരിക്കും ക്ലോക്കിൽ വരുന്നത്? 3:40. ഓപ്ഷൻ 2 ശരി ഉത്തരം. അടുത്ത ചോദ്യം ഫൈൻഡ് ദ മിസ്സിംഗ് നമ്പർ. ഇപ്പോൾ നമുക്കൊരു സീരീസ് ഇവിടെ നൽകിയിട്ടുണ്ട്. അതിലെ മിസ്സിംഗ് നമ്പർ ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. നമുക്കിവിടെ 4 ഓപ്ഷനുകൾ നൽകിയിട്ടുണ്ട്. അപ്പോൾ 0, 3, 8, 15, 24 ദെൻ ക്വസ്റ്റ്യൻ മാർക്ക് ദെൻ 48 നൽകിയിട്ടുള്ളത്. അപ്പോൾ നമുക്കിവിടെ ഫസ്റ്റ് ഇവിടെ 3 കിട്ടണമെങ്കിൽ ഒന്നാമത്തെ സംഖ്യനെ കൊണ്ട് 3 ആഡ് ആക്കിയിട്ട് നമുക്ക് 3 കിട്ടും. അടുത്തവിടെ 8 കിട്ടുന്നത് ഈ രണ്ടാമത്തെ സംഖ്യ ആയിട്ടുള്ള 3നെ കൊണ്ട് 5 ആഡ് ആക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് 8 കിട്ടും. ഇനി നാലാമത്തെ സംഖ്യ 15 നമുക്ക് കിട്ടുന്നത് എങ്ങനെയാണ്?
ഈ രണ്ടാമത്തെ സംഖ്യ മൂന്നാമത്തെ സംഖ്യ ആയിട്ടുള്ള 8നെ കൊണ്ട് 7 കൂട്ടി കഴിഞ്ഞാൽ നമുക്ക് 15 കിട്ടും. ദെൻ നെക്സ്റ്റ് വരുന്നത് 24 വരുന്നത് ഈ ഒരു 15നെ കൊണ്ട് 9 കൂട്ടാം. അപ്പോൾ നമുക്കിവിടെ ഒന്നാമത്തെ സംഖ്യയോട് അല്ലെങ്കിൽ നൽകിയിരിക്കുന്ന സംഖ്യയോട് 3, ദെൻ നെക്സ്റ്റ് ആഡ് ചെയ്തിട്ടുള്ളത് 5 ആണ്, അടുത്ത ആഡ് ചെയ്തിട്ടുള്ളത് 7 ആണ്, അടുത്ത ആഡ് ചെയ്തിട്ടുള്ളത് 9 ആണ്. അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് ലാസ്റ്റ് 24 വരെ കിട്ടിയിട്ടുള്ളത്. അപ്പം സ്വാഭാവികമായിട്ടും ഇവിടെ ആഡ് ചെയ്ത് പോകുന്നത് ഒറ്റ സംഖ്യകളാണ്. അപ്പം നെക്സ്റ്റ് 11 ആഡാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, അതായത് 24ൻ്റെ കൂടെ 11 ആഡാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കിട്ടുന്ന സംഖ്യ ആയിരിക്കും അവിടെ മിസ്സിങ് ആയിട്ടുള്ളത്. അപ്പം 24നെ കൊണ്ട് 11 കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടും? 35 കിട്ടും. സോ നെക്സ്റ്റ് വരുന്ന സംഖ്യ എന്തായിരിക്കും? 35 ആണ്. ഓപ്ഷൻ 1 ആണ് ശരി ഉത്തരം. അടുത്ത ചോദ്യം, സെലക്ട് ദ ഓപ്ഷൻ ദാറ്റ് ഈസ് റിലേറ്റഡ് ടു ദ തേർഡ് ഫിഗർ ഇൻ ദ സെയിം വേ ആസ് ദ സെക്കൻഡ് ഫിഗർ ഈസ് റിലേറ്റഡ് ടു ദ ഫസ്റ്റ് ഫിഗർ. നമ്മളോട് ഈ ഒരു ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടുള്ളത്, നമുക്കൊരു ഫസ്റ്റ് ഫിഗർ ഇവിടെ നൽകിയിട്ടുണ്ട്. അപ്പോൾ ഇതിനെ റിലേറ്റ് ചെയ്തിട്ടാണ് സെക്കൻഡ് ഫിഗർ ഉള്ളത്. അപ്പം ആ റിലേഷനിൽ തന്നെ തേർഡ് ഫിഗർ എങ്ങനെയായിരിക്കും ഫോർത്തിൽ വരുന്നതെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്കിവിടെ ഈ ഒരു സർക്കിൾ എടുക്കുകയാണെങ്കിൽ, ഇപ്പോൾ സർക്കിൾ സെക്കൻഡ് ഫിഗറിൽ എത്തിയ സമയത്ത് അതിൻ്റെ ഓപ്പോസിറ്റായിട്ട് മാറിയിട്ടുണ്ട്. അതായത് നമുക്ക് ജസ്റ്റ് ഒരു പകുതിയായിട്ട് കട്ട് ചെയ്യണം, അതിൻ്റെ ലെഫ്റ്റ് സൈഡിലോട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ അതുപോലെ നമുക്ക് ഈ ഒരു റെക്റ്റാങ്കിൾ എടുക്കുകയാണെങ്കിൽ ആ റെക്റ്റാങ്കിളും ഈ ഒരു ഭാഗത്തോട്ടായിരിക്കും വരുന്നത്. അപ്പം നമ്മുടെ ഓപ്ഷനുകളിൽ റെക്റ്റാങ്കിൾ ഈ ഒരു ഭാഗത്ത് വരുന്ന ഓപ്ഷൻ 1-ലും ഓപ്ഷൻ 3-ലും മാത്രമേ ഉള്ളൂ. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ ആൻസർ ഓപ്ഷൻ 1 അല്ലെങ്കിൽ 3 ആയിരിക്കും. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ഒരു ഭാഗം കൂടി എടുത്ത് നോക്കുകയാണെങ്കിൽ, ഇപ്പോൾ ഇവിടെ നമുക്ക് ഈ ഒരു ഫിഗർ എടുക്കുകയാണെങ്കിൽ ഇത് നെക്സ്റ്റ് ഫിഗറിൽ എത്തിയ സമയത്ത് അത് ആൻറ്റി ക്ലോക്ക് വൈസ് ആയിട്ട് ഇവിടെ റൊട്ടേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ ഒരു ഭാഗം നെക്സ്റ്റ് ഫിഗറിൽ ഇവിടെ ഈ ഒരു ഭാഗത്തോട്ടായിരിക്കും വരുന്നത്. അപ്പം അത് കൃത്യമായിട്ട് റെപ്രസെൻ്റ് ചെയ്തിട്ടുള്ളത് ഓപ്ഷൻ 3 ആണ്. അപ്പോൾ ഓപ്ഷൻ 3 നമുക്ക് ആൻസർ ആയിട്ട് എടുക്കാം. അപ്പോൾ ബാക്കിയുള്ള കാര്യം ചെക്ക് ചെയ്തിട്ടുണ്ടെങ്കിലും അത് അങ്ങനെ തന്നെ ആയിരിക്കും. അപ്പോൾ ഇവിടെ നമുക്ക് ഈ ഒരു സർക്കിൾ എടുക്കുകയാണെങ്കിൽ അത് ഇവിടെ താഴോട്ടാണ് വന്നിട്ടുള്ളത്. അപ്പം ഇവിടെ നമുക്ക് ഈ ഒരു റെക്റ്റാങ്കിൾ പോലെ ഷേപ്പ് എടുക്കുകയാണെങ്കിൽ അത് നെക്സ്റ്റ് ഫിഗറിൽ ഇവിടെ താഴെ ഭാഗത്തോട്ടായിരിക്കും വന്നിട്ടുള്ളത്. അപ്പോൾ അതും ഫിഗർ 3-ൽ കൃത്യമായിട്ട് റെപ്രസെൻ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം ഫിഗർ 3 ആണ് ഇതിൻ്റെ കൃത്യമായിട്ടുള്ള ആൻസർ വരുന്നത്. അടുത്ത ചോദ്യം, സെലക്ട് ദ ഫിഗർ ഫ്രം ദ ഓപ്ഷൻ ദാറ്റ് ക്യാൻ റീപ്ലേസ് ദ ക്വസ്റ്റ്യൻ മാർക്ക് ഇൻ ദ ഫോളോയിങ് ഫിഗർ സീരീസ്. അപ്പോൾ നമുക്കൊരു ഫിഗർ സീരീസ് ഇവിടെ നൽകിയിട്ടുണ്ട്. ദെൻ ലാസ്റ്റിൽ വരുന്നത് എന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. സോ നമുക്കിവിടെ ഈ ഒരു നൽകിയിട്ടുള്ള സീരീസിൽ 4 എണ്ണം കമ്പയർ ചെയ്യുകയാണെങ്കിൽ, അപ്പോൾ ഇവിടെ സെൻറ്ററിലുള്ള ഈ ഒരു ലൈനുകൾ ഓരോന്നിലേക്ക് എത്തുന്നതനുസരിച്ച് കുറഞ്ഞ് വരുന്നുണ്ട്. ദെൻ സ്വാഭാവികമായിട്ടും ലാസ്റ്റിലേക്ക് എന്തുണ്ടാവില്ല? ഈ ഒരു സെൻറ്ററിലുള്ള ലൈൻ ഉണ്ടാവില്ല. ദെൻ നെക്സ്റ്റ് നമുക്കിനി അറ്റ് വെച്ച് തുടങ്ങും. അപ്പോൾ അറ്റ് നെക്സ്റ്റ് ഫിഗറിൽ എത്തിയപ്പം ആൻറ്റി ക്ലോക്ക് വൈസ് ആയിട്ടാണ് റൊട്ടേറ്റ് ചെയ്തിട്ടുള്ളത്. അത് ഇങ്ങോട്ടേക്ക് വന്നു, നെക്സ്റ്റ് ഇവിടേക്ക് എത്തി, ദെൻ നെക്സ്റ്റ് വീണ്ടും ആൻറ്റി ക്ലോക്ക് വൈസ് റൊട്ടേറ്റ് ചെയ്ത് ഇവിടേക്ക് എത്തി. ദെൻ സ്വാഭാവികമായിട്ടും നെക്സ്റ്റ് അറ്റ് എവിടെ വരും? ഈ ഒരു എൻഡിലായിരിക്കും, ഇവിടെ ആയിരിക്കും അറ്റ് വരുന്നത്. നെക്സ്റ്റ് നമുക്ക് ഈ ഒരു ഹാഷ് എടുക്കുകയാണെങ്കിൽ ഈ ഹാഷ് എന്ത് ചെയ്തിട്ടുണ്ട്? ആൻറ്റി ക്ലോക്ക് വൈസ് ആയിട്ടാണ് റൊട്ടേറ്റ് ചെയ്തിട്ടുള്ളത്. അങ്ങനെ ഈ ഫിഗറിലുള്ളത് എല്ലാതും ആൻറ്റി ക്ലോക്ക് വൈസ് ആയിട്ടാണ് ഉള്ളിൽ റൊട്ടേറ്റ് ചെയ്യുന്നത്. അപ്പം അങ്ങനെയെങ്കിൽ ഏത് ഫിഗർ ആയിരിക്കും വരുന്നത്? നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ ഫിഗർ നൽകിയ പോലെ തന്നെ എന്തായിരിക്കും? ഈ ക്വസ്റ്റ്യൻ ഫിഗറിലെ ഫസ്റ്റിൽ നൽകിയ പോലെ തന്നെ ആയിരിക്കും ലാസ്റ്റിലേക്കും എത്തുക. സോ നമ്മുടെ ഓപ്ഷൻ 3 ആണ് ശരി ഉത്തരം. സോ നമ്മൾ ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിലെ റീസണിങ് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിലൂടെയോ അല്ലെങ്കിൽ എൻ്റെ ഇൻസ്റ്റഗ്രാം ഐ ഡിയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ നൽകിയിട്ടുണ്ട്, നിങ്ങൾക്ക് മെസ്സേജ് അയച്ചിട്ട് ചോദിക്കാം. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ ലൈക്ക് ചെയ്യുക. അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണുന്നവരേക്കും ജയ് ഹിന്ദ്.